കറണ്ട് മന്ത്ലി റവന്യൂ 10 ലക്ഷം ആകുമ്പോൾ ക്യാഷ് ഫ്ലോ എന്തുകൊണ്ട് 1 ലക്ഷം ആകുന്നു? ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? നമ്മളെ സംബന്ധിച്ചോളം ലെറ്റ്സ് സേ ഒരു ലക്ഷം 10 ലക്ഷം രൂപ നമുക്ക് കിട്ടി, 9 ലക്ഷം രൂപ നമുക്ക് ചിലവുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നെറ്റായിട്ടുള്ള ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് അല്ല, നെറ്റായിട്ടുള്ള ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ നമ്മൾ കളക്ട് ചെയ്ത് പൈസ. 9 ലക്ഷം രൂപ നമുക്ക് എക്സ്പെൻസും സ്റ്റാഫും എല്ലാം കൂടെ പോയി. ഓക്കെ, കാരണം ഞാൻ പുതിയൊരു വൊക്കാബുലറിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സാധാരണ ബിസിനസ് MBA പഠിച്ചിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയല്ല കാണുന്നത്. ഞാൻ ബിസിനസ്സിനെ കാണുന്നത് സ്ലൈറ്റ്ലി ഡിഫറൻ്റ്ലിയാണ്. MBA പഠിച്ച ആൾക്കാർ ക്യാഷ് ഫ്ലോ ബേസ് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു വൊക്കാബുലറി സാധാരണ കൺസിസ്റ്റൻ്റ് ഉപയോഗിക്കാറില്ല. എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ക്യാഷ് ഫ്ലോനെ ബേസ് ചെയ്ത് മാത്രമേ തിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാം മിഥ്യയാണ്. കാരണം പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ 20%, 25% പ്രോഫിറ്റ് ഉണ്ട്, കുറേ ബിസിനസ് ചെയ്യുന്നുണ്ട്, പൈസ അക്കൗണ്ടിൽ ഒന്നുമില്ലാത്ത സിറ്റുവേഷൻ വന്നിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞേ. കുറേ പ്രോഫിറ്റ് ഉണ്ട്, പക്ഷേ പൈസ അക്കൗണ്ടിലില്ല. കൂടുതൽ ബിസിനസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം പ്രോഫിറ്റ് ഉണ്ട്, എവിടെ പോയി പൈസ? അതാണ് ക്യാഷ് ഫ്ലോ. അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോയിൽ ഫോക്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? കാരണം ബിസിനസ്സിൽ നമ്മൾ ക്യാഷ് ഫ്ലോയിൽ ഫോക്കസ് ചെയ്താലേ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുള്ളൂ. ഇതൊരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എത്താൻ പറ്റി. പല ആൾക്കാരും നിങ്ങളെ പഠിപ്പിക്കുന്നതും പല ആൾക്കാരും നിങ്ങളെ മനസ്സിലാക്കി തരുന്നത് എന്താണ്? നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കണം, പ്രോഫിറ്റാണ് കിങ് എന്നൊക്കെ പറയും. പക്ഷേ പ്രോഫിറ്റ് കിങ് അല്ല, പ്രോഫിറ്റ് കൊണ്ട് ഒരു കാര്യമില്ല, പ്രോഫിറ്റ് മിഥ്യയാണ്. നിങ്ങളെ സംബന്ധിച്ചോളം ക്യാഷ് എത്ര കയ്യിൽ വന്നിട്ടുള്ളൂ എന്ന് മാത്രമേ റിലവൻ്റ് ഉള്ളൂ. കയ്യിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റായിട്ട് നമ്മുടെ കയ്യിൽ എത്ര കീപ്പ് ചെയ്യാൻ പറ്റുന്നു. ക്യാഷ് ഇൻഫ്ലോ ആണ് മുജീബ് പറഞ്ഞത്, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ട്, അതിനകത്തുനിന്ന് നെറ്റായിട്ടുള്ളതിനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ 10% ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർ 10% നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയല്ലേ, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയല്ലേ. അതിന് പകരം നമ്മളൊരു വൊക്കാബുലറി ഉണ്ടാക്കുവാണ് 10% ക്യാഷ് ഫ്ലോ. അതായത് നമ്മളെ സംബന്ധിച്ചോളം 1 കോടി രൂപ, 12 ലക്ഷം രൂപ, 1 കോടി 20 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്തപ്പോൾ 10 ലക്ഷം രൂപ നമ്മൾ ഒരു വർഷം കീപ്പ് ചെയ്യുവാണ്. നമ്മുടെ പോക്കറ്റ് ഇടുന്ന പൈസ മാത്രമാണ് ഞാൻ നോക്കുന്നുള്ളൂ, ബാക്കി എല്ലാം ഇറലവൻ്റ് ആണ്. കാരണം നമ്മുടെ ബിസിനസ് ഒരു അസറ്റായി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ക്യാഷ് ഫ്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കണം. പോക്കറ്റ് ഇടുന്ന പൈസ എത്രയാണെന്നുള്ളതാണ് നമ്മൾ കീ ആയിട്ട് നോക്കുന്നത്. റവന്യൂ കൂട്ടിക്കൊണ്ട് മാത്രം നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നുണ്ടോ? എസ്പെഷ്യലി 10 കോടി രൂപ, 20 കോടി രൂപ, 50 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെയാണ് ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ. കാരണം നിങ്ങളുടെ ബിസിനസ് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എനിക്ക് 7 അടി, എനിക്കിപ്പം ഈ പറഞ്ഞ രീതിയിൽ 3 അടി പൊക്കമാണ്, ഞാൻ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 12 അടി പൊക്കമുണ്ട്, കുറേ കൂടെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊക്കമുള്ളതുകൊണ്ടെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? അതുപോലെയാണ് റവന്യൂ ഫോക്കസ് ചെയ്യുന്നത്. കുറേ പൈസ ഉണ്ടാക്കി എന്നുള്ളതല്ല, ക്ലിയർ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നെറ്റ് ക്യാഷ് ഫ്ലോ നമ്മൾ എത്ര ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ ഡയറക്ഷനിലേക്കായിരിക്കണം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടത്. ആ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആണ്, നെഗറ്റീവ് ക്യാഷ് ഫ്ലോ കുറച്ച് കൊണ്ടുവരുന്നതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പം നിങ്ങൾക്ക് എത്രയാണ് ക്യാഷ് ഫ്ലോ വേണ്ടത്, എത്ര പെർസെൻറ്റേജ് ആണ് വേണ്ടത്? അപ്പം നിങ്ങളപ്പം പറയുന്നത് വെച്ചാൽ, ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ 1 കോടി രൂപയിൽ നിന്ന് 2 കോടി രൂപ ബിസിനസ്സിലേക്ക് മാറാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സെഷന് വന്നത്. അങ്ങനെ നമുക്ക് മാജിക് ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. 1 കോടി രൂപയിൽ നിന്ന് 2 കോടി രൂപയിലേക്ക് ഒരു വർഷം കൊണ്ട് ചിലപ്പോൾ മാറാൻ പറ്റും, അത് കൂടുതൽ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഫോക്കസ് റോങ് ആണ്. നമ്മൾ 1 കോടി രൂപയിൽ നിന്ന് 2 കോടി രൂപയിലേക്ക് ആക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ നോട്ടവനാണ് നമുക്ക് 1 ലക്ഷം ക്യാഷ് ഫ്ലോയിൽ നിന്ന് 2 ലക്ഷം ക്യാഷ് ഫ്ലോയ്ക്ക് നോക്കണം. ഇങ്ങനെ ആരും തന്നെ പറയുന്നില്ല. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ബിസിനസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുള്ള ആൾക്കാർ അതെല്ലാം റവന്യൂ ആണ്. കാരണം അതെല്ലാം ജസ്റ്റ് ഈഗോ മാത്രമാണ്. ക്ലിയർ ആണോ? ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നുള്ളൂ.